മോളെ, ഞാൻ എല്ലാം മുത്തശ്ശൻ പറഞ്ഞു. ഒരപേക്ഷയേ ഉള്ളൂ. ഞാൻ അമ്മയുടെ മോളല്ലെന്ന സത്യം പൂജ അറിയരുത്. മോളെ പറഞ്ഞാൽ ആ നിമിഷം മുതൽ ഞാൻ അവളുടെ വാവാച്ചി അല്ലാതായി പോവും. ഒരിക്കലും പറയരുതെന്ന് ആഗ്രഹിച്ചത് പറ്റിപ്പോയി ഈ അമ്മയ്ക്ക്. എന്നും എന്റെ 2 കണ്ണുകളായി ഞാൻ നിങ്ങളെ കണ്ടിട്ടുള്ളൂ. ഇനിയും അങ്ങനെ കാണാൻ പറ്റുള്ളൂ. പറയേ, എന്റെ മോൾക്ക് അവനെ അത്രയ്ക്ക് ഇഷ്ടമാണോ? എന്ത് മണ്ടത്തിന് എന്റെ അമ്മ പറയണേ. ഞാൻ വെറും ഒരു കോമാളി. അമ്മയുടെ ഭാഷയിൽ പറഞ്ഞ താൻ തോന്നിയായി മരങ്കേറി പെണ്ണിന് അത്തരം സെന്റിമെന്റ്സിലൊന്നും ഒരു താല്പര്യമില്ല. മനസ്സിലായോ? ഇതൊക്കെയാ മരമാക്രിയുണ്ടല്ലോ സഞ്ജു, അവനെ പറ്റിക്കാനാ. എന്റെ അമ്മക്കിളി ഒന്ന് ചിരിച്ചേ. ദേ വന്നു മണവാട്ടിപ്പെണ്ണ്. ഒരു ഗുഡ് ന്യൂസ്, എന്നെ കെട്ടിച്ചൂടാൻ പോവാ. പൊടി സത്യം. ആ കോന്തൻ ആരാന്നറിയോ? നമ്മുടെ സഞ്ജു. നീ ഭാഗ്യവതിയാ. എന്റെ ഈ പൂച്ചക്കുഞ്ഞിനെ ആ തെമ്മാടി പൊന്നു പോലെ നോക്കും. എന്തായി, കിട്ടിയോ? ഹായ് ലെഫ്റ്റനന്റ് കമാൻഡർ, ഹൗ ആർ യു? ഞാൻ ഒരുപാട് നിന്നെ ട്രൈ ചെയ്തു. നീ എന്താ ഫോൺ എടുക്കാൻ? സോറി, സ്വല്പം തിരക്കിലായി പോയി. എന്താ പ്രശ്നം? നീ ഈ ലോകത്തൊന്നും അല്ലേ, കാര്യങ്ങളൊക്കെ തകിടം മറിഞ്ഞു. എന്ത് പറ്റി? എന്റെ വീട്ടുകാരും നിന്റെ വീട്ടുകാരും കൂടി കല്യാണമൊക്കെ നിശ്ചയിച്ചു. പെണ്ണാരാന്നറിയോ? പൂജ. ആ, കൺഗ്രാറ്റ്സ്. ഞാനും അറിഞ്ഞു. എന്നിട്ട് നീയൊന്നും പറഞ്ഞില്ലേ? എന്ത് പറയാൻ? അല്ല, നമ്മള് തമ്മില് ഇഷ്ടമാണെന്നുള്ള കാര്യം. ആണോ? എന്ന് നീ വിശ്വസിച്ചു. അപ്പൊ എന്റെ ദൗത്യം സക്സസ്. ഓർമ്മയുണ്ടോ നിന്റെ ആ എൻട്രി? അന്ന് ഈ യൂണിറ്റ് അംഗങ്ങളുടെ മുമ്പിൽ നിന്ന് എന്നെ തട്ടിക്കൊണ്ടുപോയി മണ്ടൻ കിരീടം അണിയിച്ച് നീ ഹീറോയിസം കാണിച്ചു. അതെ, കടുവായെ പിടിച്ച പഴയ കിടുവ. മറക്കാൻ പറ്റുമോ? അന്ന് ഞാൻ ചാലഞ്ച് ചെയ്തതായിരുന്നു, ഇതേ യൂണിറ്റ് അംഗങ്ങളുടെ മുമ്പിൽ നിന്നെ ഒന്ന് ഫോൺ ആക്കണമെന്ന്. അത് സാധിച്ചു. അല്ല, മനസ്സിലായില്ല. സത്യത്തിൽ ഇവിടെ എന്താണ് സംഭവിച്ചത്? അത് ഞങ്ങൾ തമ്മിലുള്ളൊരു സീക്രട്ട് പ്ലേയാ. ഏയ്, മത്സരത്തിൽ കോംപ്ലക്സ് പാടില്ല. ഫോൺ ആയത് സമ്മതിക്കാൻ എന്താ എത്ര മടി? തന്റെ ഉദ്ദേശം അതായിരുന്നെങ്കിൽ നിഷേധിക്കുന്നില്ല. ഓക്കെ, നൗ ഐ ആം എ ഫൂൾ. തോൽവി ഞാൻ സമ്മതിച്ചിരിക്കുന്നു. തന്റെ പ്രോഗ്രാം നടക്കട്ടെ. അല്ല, എന്റെ തിരുമണ്ടലുള്ള സമ്മാനങ്ങൾ വേണ്ടേ? ഇപ്പോ അയാള് വെറും മണ്ടൻ, നീ മിടുക്കി. ഇതാണ് യഥാർത്ഥ പിങ്കി ഷോ. നന്നായിട്ടുണ്ട്. പൂജയുടെ കല്യാണം നടക്കണം. ആ ഒരു ലക്ഷ്യം മാത്രമേ ഇപ്പൊ എന്റെ മനസ്സിലുള്ളൂ. നീ കരുതുന്നുണ്ടോ നിന്റെ ഈ പ്രകടനങ്ങളൊക്കെ അയാള് പൂർണ്ണമായും വിശ്വസിച്ചു? അത്രയ്ക്ക് മണ്ടനല്ല അയാള്. പക്ഷേ എങ്ങനെയെങ്കിലും അവനത് വിശ്വസിപ്പിച്ചേ പറ്റൂ. ഇനി നിനക്ക് എന്നെ സഹായിക്കാൻ കഴിയുള്ളൂ. ഞാൻ നിന്റെ പെണ്ണാണെന്ന് നീ അവനോടൊരു കള്ളം പറയണം. അങ്ങനൊരു കള്ളം പറഞ്ഞ് ബലിപ്പിച്ചാലേ അവനത് വിശ്വസിക്കത്തുള്ളൂ. പ്ലീസ്, എനിക്ക് വേണ്ടി നീ അത് പറയണം. ശരിയാ, പഴമക്കാര് പറയുന്ന പോലെ 1000 കള്ളം പറഞ്ഞാലും ഒരു കല്യാണം നടക്കണമെന്നാ പറയാം. ആ, ലൊക്കേഷനിൽ വന്നപ്പോ സംസാരിക്കാൻ പറ്റിയില്ല. അവള് കാണിച്ച് പ്രേമവും നടവൊക്കെ ഞാൻ കൂടെ അറിഞ്ഞോണ്ടായിരുന്നു. പക്ഷെ സാറ് അത് തെറ്റിദ്ധരിച്ചു. ഒരു തെറ്റിദ്ധാരണ. ലിവിറ്റ്. ഞാൻ അപ്പോഴേ അത് മറന്നു. ഇരുമ്പ് വളയ്ക്കാൻ അത്രയ്ക്ക് പാടില്ല, പക്ഷെ ഒരു പെണ്ണിനെ വളച്ചെടുക്കാനാ, പ്രത്യേകിച്ച് എന്നെ പോലെ ഒരാൾക്ക്. അതെ, ഇപ്പൊ എന്റെ പെണ്ണാ അവള്.
ഞങ്ങൾ തമ്മിൽ അത്രയ്ക്ക് ഇഷ്ടത്തില. സോറി, എനിക്കത് അറിയില്ലായിരുന്നു. എനിവേ യു ആർ ലക്കി. ഇത് മാത്രം പോരാ, പിന്നെ പൂജയുടെ കല്യാണം നടന്നാലേ ഞങ്ങളുടെ വിവാഹം നടക്കുള്ളൂ. എന്റെ മുമ്പിൽ അവൾ വെച്ച ഒരേ ഒരു കണ്ടീഷൻ അത് മാത്രം. സാറ് ഞങ്ങളെ സഹായിച്ചേ പറ്റുള്ളൂ. എക്സ്ക്യൂസ് മീ. ഹലോ. ആ, ഒരുവിധം ലീവ് ഒപ്പിച്ചെടുത്തു. ഇപ്പൊ തന്നെ പുറപ്പെടും. കണ്ടില്ലേ, കല്യാണത്തിന് എന്നെക്കാൾ തിടുക്കം എന്റെ വീട്ടുകാർക്ക്. പൂജയുമായുള്ള വിവാഹത്തിന് അവർ തീയതി വരെ ഉറപ്പിച്ചു കഴിഞ്ഞു. എന്ത് നമ്മൾ ആഗ്രഹിച്ചാലും ദൈവം നിശ്ചയിച്ച പോലെ നടക്കുള്ളൂ. അത് നല്ലതിനാവും. എന്തായാലും തന്നെ സമ്മതിച്ചിരിക്കുന്നു. ഒരു തുക്കട ക്യാമറയും തൂക്കി നല്ലൊരു പെൺകുട്ടി ഒപ്പിച്ചെടുത്തില്ലേ. എനിവേ, കൺഗ്രാറ്റ്സ്. ഹാപ്പി ജേണി. താങ്ക് യു. ഒടുവിൽ അവരുടെ കോമഡി ഷോയിലെ അവസാന ഭാഗം പോലെ ആ മണ്ടൻ കിരീടം നീ സ്വയം അണിഞ്ഞു എനിക്ക് വേണ്ടി. രാജലക്ഷ്മി, കല്യാണത്തിന് ഇനി വിരലിലെണ്ണാവുന്ന ദിവസങ്ങളേ ഉള്ളൂ. അമ്മയുടെ സ്ഥാനത്ത് അമ്മ തന്നെ വേണം, അറിയാലോ. നാളത്തെ കോർട്ട് മാർഷൽ കഴിഞ്ഞാലുടൻ ഞാൻ ഇവിടുന്ന് പുറപ്പെട്ടിരിക്കും. ഓ, നീ കൂടെ ഒപ്പുണ്ടെങ്കിൽ ഒരു രസമുള്ളൂ. പ്ലീസ് ഡാ, 2 എപ്പിസോഡ് കൂടി എടുത്തിയാലുള്ളൂ. നാളെ ഞാനും അമ്മയും ഒരുമിച്ച് തറവാട്ടിൽ ലാൻഡ് ചെയ്തിരിക്കും. ഈ കുറിഞ്ഞി മുത്തച്ഛൻ ഇവിടെ ഇല്ല. അടങ്ങി ഒതുങ്ങിയിരുന്നോളണം. കുറുമ്പൊന്നും കാണിക്കരുത് കേട്ടാ. പിള്ളേച്ചോ, അവിടെ ചെന്ന് കോട്ടയടിച്ച് ഓവറാക്കരുത്. അമ്പലത്തിലൊക്കെ ഞാൻ പൊക്കോളാം. എടാ കുട്ടിരാമ, വേഗം കേറ്. അവിടെ കാണാം. ബൈ. സ്റ്റീഫൻജിക്ക് ശിക്ഷ വാങ്ങി തന്നിട്ട് നാളെ അവള് പോവാ മോളിലെ കല്യാണം ആഘോഷിക്കാൻ. നാളത്തെ കോർട്ട് മാർഷൽ അവൾ അറ്റൻഡ് ചെയ്ത പിന്നെ இல்ல, இந்த ஸ்டீஃபன் உயிரோட இருக்க வரைக்கும் அது நடக்கும்ல. മോളും ഡ്രസ്സൊക്കെ പാക്ക് ചെയ്ത് വെച്ചോ? അമ്മ നാളെ ഡ്യൂട്ടി കഴിഞ്ഞെത്തുമ്പോഴേക്കും ഞാൻ റെഡി വിത്ത് ലഗേജ്. ഗുഡ് നൈറ്റ്.